എടുത്ത് അവനൊക്കെ വെടിവെച്ച് കൊല്ലാണ്ട് അവനെയൊക്കെ. അഹങ്കാരം പിടിച്ചാൽ മതി, അഹങ്കാരം. പക്ഷെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ, എനിക്ക് നല്ല നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഞാനൊന്നും മെല്ലെ സംസാരിക്കാം. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ കേട്ടോടാ സിറ്റിസൺ വാഴ. എനിക്ക് ഇതിനോടൊന്നും ഒന്നും പറയാനില്ല. ഇവനെയൊക്കെയാണ് ഇവന്റെയൊക്കെ അഹങ്കാരം കണ്ട, ഇവന്റെയൊക്കെ അഹങ്കാരം കണ്ട. മറ്റുള്ള ഗ്യാങ് ഇവനെയൊക്കെ എങ്ങനെ അടിക്കാതിരിക്കും പറ. അല്ല പറ, നിങ്ങളെന്നെ പറ. നിങ്ങളല്ല ബാക്കിയുള്ളമാര് ഇവനെയൊക്കെ എങ്ങനെ അടിക്കാതിരിക്കും ഒന്ന് പറ. ചില്ലറ കഴപ്പാ. ഇടിക്കുന്നേ വന്ന് വെടിവെച്ചിട്ട് അകത്ത് കയറിയിരുന്ന എടാ മീശക്കാരൻ നീലടാ നേരത്തെ ഇടിച്ചു. മാറിക്കണേ പോടാ ക്ലാമണിയാ. ഹലോ ഹലോ ബ്രോ, കേൾക്കാം. ബാല നിന്നെ എന്തോ കാണിക്കണി, വിളിക്കണം നിന്നെ. ഹലോ ബാല, ഇവിടെ 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 എന്റെ വണ്ടി ഇപ്പം നീ ആറാ നേരത്തെ മറ്റേ അടികൊണ്ട് പുഴുത്ത് ചത്ത് കിടന്നവനാണോടാ നീ? വണ്ടിന്ന് ഇറങ്ങാനുള്ള ആവത് പോലും ഇല്ലാത്തവനാണല്ലോടാ വന്ന് കൊണയടിക്കാൻ നിൽക്കുന്നത്. കൊണയടിക്കാനായിട്ട് പോലും വയ്യ അവന്. വാതുറന്നില്ലേ നിന്നെ ഇന്ന് മുതൽ ശിഖണ്ഡിയായിട്ട് പ്രഖ്യാപിക്കും നമ്മൾ. എക്സ്ലാൻഡിക്സിലെ ശിഖണ്ഡിയായിട്ട് പ്രഖ്യാപിക്കും നീ വാതുറന്നില്ലെങ്കിൽ. അപ്പൊ എക്സ്ലാൻഡിക്സിലെ ശിഖണ്ഡി കേട്ടോ. എത്ര റേറ്റ്? 2 രൂപയോ? വേണ്ട വേണ്ട വേണ്ട. പാലത്തിന്റെ അടി പോയി ചെന്നിട്ട് കാണിക്ക.
അച്ചു, വേണ്ട. കേട്ടോ അച്ചു? അച്ചു പേരെന്താ അച്ചു? വീരപ്പൻ എന്നല്ലോടാ വീശത്? എന്റെ അച്ഛനെ പറയില്ല, വീരപ്പനാണോടാ ഇത്? ഇത് വീരപ്പനൊന്നുമല്ല. വണ്ടി ഇല്ലാട്ടോ, ഒരു വണ്ടിയില്ല. ബ്രോ ഈ വെഹിക്കിൾ ഇമ്പോണ്ട് എവിടെന്നാ കിട്ടുന്നേ? അല്ല എനിക്കറിയോ, പോണാ. ആരാ ഇതൊക്കെ? ഈ സൗണ്ട് വോയിസ് സെറ്റ് ആക്കിയിട്ടില്ല. ഇതിലായല്ലോ പാപ്പാ. കീലേരി അച്ഛനെ നീ എടുക്കുവല്ലേ നീ? എടാ കീലേരി അച്ഛനെ നീ തൊടുവല്ലേ നീ ബാല? നീ നീ ആയാ നീ കീലേരി അച്ഛനെ കീലേരി അച്ഛനെ താനാലാ? ആ ഇതാരാ അപ്പാപ്പനാ? അപ്പാപ്പ ഡ്രസ് നിങ്ങൾ വയസ്സൊന്നും കുറയില്ലാട്ടോ ഇങ്ങനെ ഇതൊക്കെ ഇട്ടെന്ന് പറഞ്ഞേ. ഓടി കീറിയ പാന്റ് ഇട്ടോണ്ട് ഇറങ്ങിയേക്കോ അവള്. കീറിയ പാന്റ് ഇട്ടോണ്ട് എടാ EMS പോലും ഇല്ലാത്ത ഈ സമയത്ത് ഈ പാവ ചെറുക്കനെ നിനക്ക് എങ്ങനെ കൊല്ലാൻ തോന്നി ചന്ദ്ര? സത്യല്ലേ? അപ്പാപ്പ പരിക്കണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കനിക്കിന്നാരം. എലിയാണോ ഇത്? ആ വാവണ്ടാ. എന്താടാ 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 തെണ്ടി? എന്താടാ കണ്ട പെമ്പിള്ളേരോട് അഴിഞ്ഞാടി നടക്കും അവൻ തെണ്ടി. അങ്ങോട്ട് റിബടിച്ചോ, സ്വന്തമായിട്ട് റിബടിച്ച് വാ അങ്ങോട്ട്. സംശയം അങ്ങോട്ട് കിടക്കാണ്ട്. A few inches later. കാശാടി ഞാനൊരു നികൃഷ്ട സിറ്റി സേവ്സ് ഉണ്ടായിരുന്നാ? സിറ്റി സേവ്സ് ഉണ്ടായിരുന്നാ? അല്ലല്ല നാളെ കണ്ടപ്പം ചിക്കനിക്ക് അപ്പാപ്പ TX ചാനൽ വഴി ബാനിട്ടാവണം. പെട്ടല്ലേ സൂചിയത അല്ലാത്തവർ ഇല്ല. ഇത് AP സാച്ചി നോക്കട്ടെ. എന്താ പറ്റി ചന്ദ്ര? അതെ സർവർ ബഗ്ഗാണ് കേട്ടാ. RDM എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കും. ബാനെന്ന് ബഗ്. അതൊക്കെ ഒന്ന് ശരിയാക്കണേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെൽപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നേ RDM ചെയ്തു പറഞ്ഞായിരുന്നേ. ഒരു കാരണം ഇല്ല കൊന്നേ. കാരണം ഉണ്ടല്ലോ. എന്തായിരുന്നു കാരണം? കൊണയടിച്ച്. എന്ത് കൊണയടിച്ച്? അവിടെ എന്നിട്ട് മുതുക്കിന്ന് കൊണയടിച്ച് എന്താ മറ്റേ ഇതെന്ന് പറഞ്ഞ് കളിയാക്കി അധിക്ഷേപിച്ചു. എങ്ങനെ? വ്യക്തിഹത്യ. വ്യക്തിഹത്യോ? എന്തൊരു വ്യക്തിഹത്യ? ഓ നിങ്ങളിങ്ങനെ ഒരുപാട് വല്ലപ്പോഴും ഞാൻ സിയോളിൽ കളിക്കാൻ പോണേ. നീ പോയി കഴിഞ്ഞാൽ ഞാനേ 2 ദിവസം മറ്റേ പെർമനന്റ് അടിക്കും ഞാന്. സിയോൾ ഞാൻ സിയോളിൽ കളിച്ചോണം. സിയോളിൽ കേട്ടെ. സിയോൾ ഒരു 8 ദിവസം ബാൻ എന്നല്ലേ ഉള്ളൂ.
പെർമനന്റ് അടിക്കേ ചന്ദ്ര. കേട്ടാ കേട്ടല്ല നീ? ആ എന്നാ പെട്ടെന്ന് മാറ്റിതാ എന്ത് മാറ്റാൻ? ബാന്. അതൊന്നും പറ്റത്തില്ല. എന്താ ബ്രോ ഇങ്ങനെ നീ കാരണമില്ല അല്ലെ കൊല്ലുവാടാ. ഇല്ല ബ്രോ, കാരണമില്ല ഒരു മനുഷ്യനെ കൊല്ലത്തില്ല. ഉറപ്പ് ഉറപ്പ് സത്യം 100%. 100%. തുടത്തില്ല ആരെയും. എങ്കിൽ മാറ്റിയിട്ടുണ്ട് ആ കേട്ടാ. ആ ഓക്കെ കേറാവല്ലേ. സെക്കൻഡ് കണ്ടപ്പം ഒരു ഉമ്മ കൊടുക്കും ബ്രോ. ഒരു ഉമ്മ വന്നേ പോയേട്ടാ. ടെഫൻ അടിച്ച് കൊള്ള അലീന അവളൊക്കെ നീല എന്താ പരിപാടി? ഇങ്ങോട്ട് പോണു. ഡേയ് ഗർഭിണി കൊച്ചിനാണ് എടുത്തത്. കണ്ടാ നീല? ഇത് എന്ത് കാണിക്കുന്നേ? ഈ കൊച്ചിനെ കൊണ്ട് നടക്കുന്ന കണ്ടോ? ഗർഭിണി ഗർഭിണിയെ കൊണ്ടുവന്നേ. അതും പെട്ടോട്ടാക്കിനെ മണ്ടക്കെ വെച്ച് കൊണ്ടുപോണ്. ചന്ദ്ര 81 55 പോയാൽ 10 കൂടി കിട്ടും. എവിടെ? 8155 അവിടെ എന്തോ 10 കൂടി. അത് സംഭവം എന്താ? പെട്ടെന്ന് അത് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന്. ആരാ കൊടുക്കുന്നേ? അത് ബോട്ട്. ഏത് ബോട്ട്? ആ അവിടെ ഒരു ബോട്ടുണ്ട്. ഈ PL-ഒക്കെ ആയിട്ട് നമ്മളിവിടെ നിന്നതിന്റെ ഒരു ഇതാന്നൊക്കെയാ പറയുന്നത്. എന്നല്ലേ ദൈവത്തെ കഴിച്ച് നമ്മുടെ ചാറ്റിലെ പിള്ളേരൊക്കെ ഭയങ്കര മെറ്റാളാടാ ഇപ്പൊ നീല. ആണ് എല്ലാരോടും എത്തി ഭയങ്കര മെറ്റാളാ. അപ്പൊ അവന്മാരോട് കാര്യം പറഞ്ഞു എന്താ ഉണ്ടാവണേ. അമ്മാ നീല ഇപ്പൊ എന്താ അവസ്ഥ? പേടിക്കണ ഇതെല്ലാം അപ്പാപ്പൻ കണ്ടാ എനിക്ക് അടിച്ചു തരും. ഞാൻ ആൾക്കാരെ കൊല്ലിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ബാൻ എന്ന മനുഷ്യനാങ്ങേര്. എത്രയും പെട്ടെന്ന് നിന്നെ രക്ഷിച്ചോട്ടെ. നമ്മളെത്തിയില്ല. പേടിക്കേ വേണ്ട. അപ്പൊ അറിയില്ല പാപ്പ യോണിയോമന നീല അല്ല പിന്നെ നീല നീല ഓക്കെ ഇതാരേ? നീ കളിക്കുന്നോടാ പോയോ? നീല ഓക്കെ അല്ലേ? പിന്നെ പെർഫെക്റ്റ്. എവിടെയായിരുന്നു ദേജാവ് പഠിക്കുന്നത് എന്തേലും? ഒരുത്തന്നെ എടുത്തേ വണ്ടി. വന്നേ അവനെ പറയണം വാ. അവൻ പിന്നെ വീണ് കിടക്കുന്നവനെ ഞാൻ ഇടിച്ച് കയറ്റിക്കൊണ്ട് പോയെ. കണ്ടായിരുന്നോ നീ അത്? സത്യം ബോണത്തിരുത്തി അവൻ എന്നെ ഒരു 1/2 കിലോമീറ്റർ കൊണ്ടുപോയില്ലേ? എന്റെ അത് ഇടിച്ച് കയറ്റി ഞാൻ കൊന്നു. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും ഏത് വണ്ടിയായിരുന്നു? കൊച്ചി വിട്ടി പറ. ആ സൗണ്ട് മനസ്സിലാക്കി. അതാണ് കൊതുക് വരുന്ന പോലെ അല്ലേ? ആ ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാ. അത് കിട്ടത്തില്ല. അത് തിരിച്ചു കയറി അടിച്ചായിരുന്നോ? കണ്ടില്ല എന്നെ അത്. ബാക്കിൽ ഇങ്ങനെ എന്റെ ഭാര്യ മോനൊക്കെ അല്ലേ? ആണോ? ഇതോ നേരെ പോയി അവിടെ നേരെ സ്ട്രീറ്റ്. എവിടുന്ന് റൈറ്റ് ഡ്രസ് ഷോപ്പിന്റെ അങ്ങോട്ട് റൈറ്റ്. ഇവിടുന്ന് റൈറ്റ്. ഓ പെണ്ണാ ഈ കുരുത്തം കെട്ടവളായിരുന്നാ? എടേ നിനക്ക് കണ്ണ് കണ്ടുകൂടല്ലേ? നീയൊക്കെ എന്നെ വണ്ടി ഇടിച്ച് കീലേരി അച്ഛനെ വണ്ടി ഇടിച്ചിട്ട് നീയൊക്കെ സംസാരിക്കാണ്ട് പോയല്ലേ? കീലേരി അച്ഛന്റെ ദേഹത്തോട്ടിട്ട്. ആരാ അവള്? അവളെ പേരെന്താ? ആ ഇപ്പൊ ഇനി ആരാടി നീ?
ഹലോ, നീ എന്നെ ബോണറ്റ് സംസാരിക്ക്, ഇരുത്തി 1/2 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് നിനക്ക് എന്നെ ഓർമ്മയില്ലല്ലേ? ഹലോ, നഷ്ടപരിഹാരം എവിടെ? നഷ്ടപരിഹാരം എവിടെ? ഈ കൊച്ചി വാ തുറക്കൂലേ? ഹലോ? ഇതാടി വലിച്ചു കൊടുത്താലാ? ഇതാടിയിലേ തീരും. അല്ല, ഇതാടിയിലേ തീരും. ഇല്ല ഇല്ല സംസാരിക്കും. കാശര രണ്ടിനെ വെറുതെ വിടൂലല്ല. കാശര രണ്ടിനെ ഇവിടെ നിന്ന് ഇറക്കൂലല്ല. ഇത് അവിടുന്ന് വാങ്ങിച്ചോ? 50 ലക്ഷം. എവിടുന്ന്? എവിടെന്ന്? നീലന്റെ കയ്യിന്ന്. നീലന്റെ കയ്യിന്ന്? ഇല്ല, ഇത് നിങ്ങളല്ലേ വണ്ടി ഇടിച്ച്? നിങ്ങളെ തൊട്ടത് കീലേരി അച്ചുവിനാണ്. പിന്നല്ലാതെ അച്ചു വരാന്നറിയാം ആ. നമുക്ക്. ഫുഡ് തരാം. ഫുഡൊന്നും വേണ്ട, കാശാടി. ഏ? കാശ് മതി എനിക്ക്. കാശാ. കാശ് കൊടു, പൈസ കാശ് കൊടു. ഇല്ല, കത്തി തരാം. കത്തിയൊന്നും വേണ്ട. എന്തൊരു ബാർട്ടർ സിസ്റ്റം ഇത്. നമ്മളെ 2026 ജീവിക്കണേ. കാശാ വച്ചേ. ആ, ദാ പൈസ ഇല്ല. ഈ കൊച്ചെന്തോ എടുക്കുന്നത്. ആ ഡ്രൈവറിന്റെ ഇത് മേടിച്ചാ മര്യാദക്ക്. ഹലോ, മെടി നിന്നെ ഞാൻ കൊന്നുകളയും. ഞാനല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ദാരിദ്ര്യമാണ്. സ്കാം. ഒരു രക്ഷപ്പെടാൻ പറ്റത്തില്ലേ? പറഞ്ഞില്ല കാശാ. കാശാടി. നിന്റെ കൂട്ടുകാരി പഠിച്ചോല്ലോ ഇവിടെ. സോൾവ് ആക്കി തരാം. കണ്ടാ, രണ്ടിനെ അടിക്കും. അല്ലല്ല, അടിച്ചിട്ടുണ്ട ഞാൻ. അതിന് ഓടല്. ഓടി കൊന്നോളെ. ഓടിയെ കൺഫേം അടിച്ചു കൊന്നോളെ. രണ്ടിനെ കൊല്ലും. ഞാൻ എത്ര? ടെററാ. 100 ആണോ? അരപ്പിരിയാ ഞാൻ. ഇല്ലടി അവിടെ. ആ, ഒരു 10 ലക്ഷം എന്താ? 10 ലക്ഷം മതി. പെട്ടെന്ന്. കാശാ. കാശാ. സ്നേഹ തരും. സ്നേഹ തരും. അപ്പൊ നിന്നെ കൊല്ലട്ടെ. കൊല്ലട്ടെ. ഇല്ല ഇല്ല, അത് തരും കൊള്ളട്ടെ? തരും. കൊല്ലട്ടെടി. ഏടി കൊല്ലട്ടെ. പൈസ കിട്ടിയില്ലേ? വട്ട സൂക്ഷിച്ചു. ആ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇപ്പൊ. കിട്ടി. ആ, വിട്ടോ രണ്ട് ഇനി വിട്ടോ. ജീവിച്ചു വെക്കോ. ഞങ്ങള് പോയി അടുത്ത അടുത്തുനിന്ന് വാങ്ങിക്കട്ടെ. അച്ചു വണ്ടി. അത്രയൊക്കെ മതി. കലിപ്പ് തീരുന്നില്ല. ആ, വരുന്ന വഴിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് മോൻ നിൽക്കുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നില്ലേ? ഞാൻ ഇച്ചിരി പ്രശ്നക്കാരനാ സെറ്റിയില്ലേ നീല. ആ, എന്നെ കീലേരി അച്ചു എന്നാണ് എല്ലാരും അറിയപ്പെടുന്നത്. ഇതില് അത് നന്നായി. സെറ്റിലെ ഒരു ഗുണ്ട, വാടക ഗുണ്ട. അങ്ങനെ ചെയ്യാൻ പറ്റുമോ സത്യം പറഞ്ഞാ? കാശ് മേടിച്ച് ഗ്രൈൻഡിങ് എമൗണ്ട് കൊടുക്കണ്ടേ? അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നേ കൊള്ളായിരുന്നു. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നല്ലാണ്ട് കാശൊക്കെ വാങ്ങി കൈ കാല് തല ആണല്ലേ? വെവ്വേറെ ആക്കുമല്ലോ ഞാൻ. കൈക്കൊക്കെ എത്ര റേറ്റ്? കൈക്ക് 50. ഹലോ, ഇപ്പൊ ഇവിടെ കാണുമ്പോ നമുക്കൊരു വല്ലാത്തൊരു വലിവുണ്ട് വണ്ടിക്ക്. നമുക്കല്ല, വണ്ടിക്ക്. ഉണ്ടല്ലേ? ലെഫ്റ്റിലോട്ട്. വണ്ടി അത് ഈ വണ്ടി ആരുണ്ടായിരിക്കും. പിന്നെ എന്റെ ഭാര്യയും മോൻ കാശ് തരണം എനിക്ക്. മുങ്ങി നടക്കുക. ഇവിടെ മറ്റേള് ആര്? മറ്റേ അലീനയും സൂര്യയും എന്റെ പമ്പി കയറി ഞാൻ അറിയാതെ കാശെടുത്ത്. ആ, അവർക്ക് അതൊക്കെ കിട്ടിയോ? റോള് കിട്ടിയാ? പിന്നെ അയ്യോ, മോഷണം തുടങ്ങിയപ്പോ അല്ലേ? മോശം തുടങ്ങി. കള്ളി ഇങ്ങോട്ട് പോയി. സെക്യൂരിറ്റി വെക്കേണ്ടി വരുമല്ലോ രാത്രി. ഒരു മിനിറ്റ്, അവിടെ നിന്ന് വിളിക്കട്ടെ. ഹലോ, അതെ, ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടാ, മര്യാദക്ക് കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം എലി വിദ്യാലയത്തിലുണ്ടല്ലോ പിള്ളേരെ, എലി വിദ്യാലയത്തിന്റെ ഫ്രണ്ടിൽ പിള്ളേരെ കൊണ്ട് അപ്പി ഇടിപ്പിച്ച് നിറപ്പിക്കും ഞാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. 10 കോടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, വാങ്ങിച്ചായിരുന്നോ? ഇല്ല, നിന്റെ അച്ഛനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും കേട്ടടി. സീരിയസ് ആയിട്ടും ചന്ദ്ര, സീരിയസ് ആയിട്ടും 8155 10 കോടി. 8155 എന്ന് പറഞ്ഞാ മെയിൻ ബാങ്ക് ആണോ? മറ്റേ അതിന്റെ അടുത്ത്, മറ്റേ ബാങ്കിന്റെ അടുത്ത്. എടി, ഞാനങ്ങനെ സിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളല്ല, മനസ്സിലായില്ലേ? എനിക്ക് ഒരാഴ്ചയായിട്ട് നമുക്ക് സിറ്റി കയറാൻ പറ്റും. എന്നാ വേണ്ട, ശരി എന്നാ. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ടടി. ഞാൻ അങ്ങനെ ചോദിച്ചെത്തനല്ല. ഇല്ല മാർക്കേ. ഹലോ മച്ചാനെ പേരെന്താ? ഗ്യാങ് ആണാ നീ ഗ്യാങ് ആണോടാ? ആണോടാ? ഏത് ഗ്യാങ്? എന്നാ ഇപ്പൊ തൊട്ട് നീ ഗ്യാങ് അല്ല. എടേ, നീല വലിച്ചേറ്റവനെ, കേരടി അവനെ, കേരടിച്ച് കേറ്റ്. കീലേരി അച്ഛനടുത്താണ് നീ കളിച്ചത്. എന്തോന്നറാ ഇത്? എനിക്ക് റോഡ് കണ്ടുകൂടാ. ഇത് കാറ്റ് കൊള്ളാനിക്കാണ് ഫ്രണ്ടിൽ വെക്കേണ്ടി വരും. എന്തോ കൊടയാ. ഡേ,
ഞാൻ മച്ചാൻ നിന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ നിനക്കൊരു 10 കോടി കിട്ടും. ആ 10 കോടി ആ ഞങ്ങൾ 10 കോടി അതുപോലെ ഇങ്ങെടുത്ത് അങ്ങ് തന്നോണം കേട്ടാ. തന്നില്ലേ അറിയാലോ. തന്നില്ലെങ്കിൽ അത് ആലോചിച്ച് വെച്ചേക്കണം. അച്ഛനെ വരയുന്നില്ല എവിടെ ഇട്ട് വരച്ച് കീറും. അയ്യോ കീര്. ബ്രോ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ അച്ചു ഒന്ന് മലന്നുപോയി. ഈ അതെ, അച്ചു ഒന്ന് എണ്ണിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം കീലേരി അച്ചു അങ്ങനത്തെ ഒരാളാ. ആ ബ്രോയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ കീലേരി അച്ചുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ? എന്ത് ജോലിയാ? അതായത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടുന്ന് പൈസ തരും, ആ പൈസ തിരിച്ചു തരണം കീലേരി അച്ചുവിന് തന്നെ കൃത്യമായി കണക്ക് തിട്ടപ്പെടുത്തി. മനസ്സിലായോ? ആ ഓക്കെ. ഗ്യാങ്ങിന്റെ അടുത്ത് വിളിച്ച് പറയല്ലേ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു കളയരുത്. പേടിച്ചൂറി അതെ, നമ്മുടെ ബൈക്ക് എവിടെ പോയി? ആ ബൈക്ക് എവിടെ? നീ ഇവിടെ നിന്നോണം, ഞാൻ ആ ബൈക്ക് എടുക്കുന്നവരെ കേട്ടോ. ഇല്ല ഇടിച്ചു കയറ്റും, എനിക്ക് പറ്റിയതൊന്നും പ്രശ്നമല്ല. ഞാൻ പോസ്റ്റ് അറിയണോ മരിച്ചേ? ആ ആ ട്രാഗ് ഇതെങ്ങനെ വണ്ടിക്കകത്തിരുന്ന വീട്ടില്? ആ ഇപ്പൊ തുറന്നു. ആ ഓക്കെ വിട്ടു. ശരിക്കും കഴിയുന്ന കാശ് പോയി. മറ്റേ അവളുമാരുന്ന് വാങ്ങിച്ച വാടാ ഇറങ്ങി കിടന്ന് ഉറങ്ങാതെ. ഗ്രേറ്റ് നീല, ഗ്രേറ്റ് നീല, ഗ്രേറ്റ്. ഹലോ നീല, നീല, നീല ഉറങ്ങിയാ നീല? ഹലോ നീല. ആ വിട്ടോ, കേക്കാവോ? ആ കേക്കാം. ആ ഇങ്ങോട്ടാ പോണ്ടേ? മെയിൻ ഗാരേജ്, മെയിൻ ഗാരേജ്. നമ്മൾ ഈ ടർഫിനൊക്കെ പോയി ഇറങ്ങുന്ന മെയിൻ ഗാരേജില്. നീല ഗ്രേറ്റ് വർക്ക്, ഗ്രേറ്റ് വർക്ക്. ഇതില്ല, റൈറ്റ് റൈറ്റ് റൈറ്റ്. ഗ്രേറ്റ് വർക്ക് ഡ്രാഗൺ. ഇങ്ങോട്ട് പിടിച്ച അവിടെ നിന്ന് ആ മാർക്ക് ലെഫ്റ്റ്. നമ്മൾ ഈ ജോബ് എടുക്കുന്നില്ലേ പണ്ട്, ആ വണ്ടി ഇട്ടേക്കാണ്. ഈ വണ്ടി ഇവിടെ തന്നെ ഞാൻ നിന്നെ ഇവിടെ ഇറക്കേ. ആ കാശ് അതുപോലെ എടുത്തു തരണം 10 കോടി കേട്ടല്ല, തീർക്കും അല്ലെങ്കിൽ. മാറില്ല കാശെടുക്കണം. എനിക്ക് കിട്ടി എനിക്ക് 10 കോടി കിട്ടി. ബോട്ടിനൊന്നും അടിച്ചില്ല. അല്ല ബ്രോ, എടാ ഫ്രീ എഴുതി വെച്ചാ അങ്ങ് ഓടി വന്ന് വാങ്ങുവാന്ന് ഇതൊക്കെ മോശമല്ലേ? നീല അവനോട് നീല ഓർഡർ ഇങ്ങോട്ടൊന്ന്. അച്ഛൻ പൈസ എടുത്തായിരുന്നു. ആ എടുത്ത് പെട്ടെന്ന് കാശെട്. വോട്ട് 5 മതി അല്ലേ? 5 മതി. ഞാനോടാ എവിടെ അയ്യോ അടിയെ അടി നടക്കുക. കിട്ടിയോ? അവന്റെ കീഴേരി വെച്ചു അതല്ലോടോ കീഴേരി വെച്ചു. റേഡിയോ കൊണ്ട് ഓണാക്കണോ? അവന്റെ കീഴേരി നമ്മളെ ബാലനെയും ഒരു മിനിറ്റ്
ഒരു മിനിറ്റ്, അവനെ എടുക്കരുത്, അവനെ എടുക്കരുത്. അടിയായോ? പിന്നെ അടിയായോന്നോ? ഞാനേ പോയി രക്ഷിക്കട്ടെ. അടിയായി. അയ്യോ അവനെ കൊന്നു. അവനെന്തിനാ കൊന്നേ? നമ്മുടെ ബാലിനെ കൊന്നുണ്ട്. ആര് കൊന്നു? അവനോ? ഹീലില്ല. ഒന്നും പറ്റില്ല ബ്രോ, ആള് സേഫാ. നീല വണ്ടിയാണ് പിടിച്ചേ. നീല ബാല ആ കീഴരി അച്ഛനെ ഞാൻ അടിച്ചോടെ കൊന്നിട്ടുണ്ടോ? അവിടെ സിറ്റുവേഷൻ ഇവിടെ ഇപ്പൊ ഇവിടെ. എടാ നീല എടുക്കരുത്, നീല എടുക്കരുത്. 81 55 ഞാൻ അവനെ ആളെ കൂട്ടാൻ പോയതാ ഞാൻ. എണ്ണിറ്റോ? നമ്മുടെ പയ്യന്മാരെ അടിക്കുമല്ലോ. എടാ നീ പയ്യന്മാരെ അടിക്കുമല്ലോ നമ്മളെ. 55 അപ്പൊ അതെ ഒറ്റ അടിക്കോടോ. അത് വിഷയം വരുന്നില്ലൂടോ. അച്ചു എടാ ചന്ദ്ര സിറ്റുവേഷൻ എന്തൊരു സിറ്റുവേഷൻ നടക്കുന്നു ഗെയിം. എന്തൊരു സിറ്റുവേഷൻ അറിയത്തില്ല വണ്ടി അല്ല ഇങ്ങോട്ട് വരുവാന്നോ. എടാ നിങ്ങൾ ഇങ്ങോട്ട് വരുവാന്നോ? എന്നെ കൊന്നിട്ടിട്ട് എന്തൊക്കെയാ ഇങ്ങനെ കാണിക്കുന്നേ? ഇത് വേറെ സിറ്റുവേഷൻ ഉണ്ടോ? എടാ എവിടാടാ നിങ്ങള് കത്തിയുന്നു? ആ ജോണി പോർച്ചുഗലായി കത്തുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എടാ ഇവനുണ്ടല്ലോ ഇവൻ. ഇങ്ങോട്ടൊന്ന് വാടാ. 81 55 സിറ്റി കത്തി. അവന്റെ ഇങ്ങനെ അരിക്കൊടുക്ക. ഇങ്ങനെ കള്ളൻ ആബാക്കി ആഭാസൻ. ഏതാണ് ഈ കഴിവില്ലാത്തവനൊക്കെ ചത്ത് കിടക്കുന്നത്? കീലേരി അച്ചുവല്ലടാ. ആരുടെയോ കൈ കൊണ്ട് ചത്ത് പുഴുത്ത് കൊണ്ടുപോയി പൊക്കാം. എന്ത് ചെയ്യാനാടാ, നമ്മള് തന്നെ വേണ്ടി വന്നല്ലേ. വണ്ടി ഇല്ലല്ലേ? എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചത്ത് പുഴുക്കട്ടല്ലേ പുഴുക്കട്ടെ. ഇവനെയൊക്കെ ആരും നോക്കാൻ കിടക്കാം. ആ മോൻ തന്നെ ഉണ്ടല്ലോ, അവന്റെ ആ മീശയിലൊരു കത്തിച്ചം കൊടുത്തോണ്ടല്ലോ കരിഞ്ഞു കിടക്കും. ഓ ഒരു തിരി കിട്ടാൻ തിരിയാണല്ലോ ഇത്. എടാ വണ്ടി വേണം. എടാ ഇവിടെ ഗാരേജ് ഇല്ലേ? നീ ആദ്യം പൊങ്ങ് എന്നിട്ട് എടുക്കാം. വണ്ടി എടുക്കും. വേണ്ട ബാല പിക്ക് ചെയ്യാൻ വരുന്നു. പിള്ളേരാരാ? അഡ്മിൻ ചെക്ക് ഹെൽപ്പ് പിന്നെ ജിഗുറു ഹെൽപ്പ് ഇടുന്ന ചന്ദ്ര നമ്മുടെ ചന്ദ്രനെ പോലെ ഉണ്ടല്ലേ? പക്ഷെ ചന്ദ്രനെ പോലല്ലേ ഇത്, കഴിവില്ലാത്ത ഏതൊരുത്തനടാ. മുടിയൊക്കെ അങ്ങ് മാറ്റി. എടാ EMS ഇല്ലെങ്കിൽ പൊക്കി ഇവനെ കൊണ്ട് രക്ഷപ്പെടുത്താം. പക്ഷെ വണ്ടി ഇല്ലടാ. ഇതെന്താടാ ഇവർ ഇങ്ങനെ ആക്കിയത്? ഇങ്ങനെ ആക്കിയത് വണ്ടി എടുക്കാൻ പറ്റാത്ത. നീല ഫ്രീക്ക് ഔട്ട്ഫിറ്റ് തന്നെയാടാ നീല. എടാ മറ്റേ നമുക്ക് റെഡിയാണ്. നിനക്ക് ഭാര്യ ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ. പോടാ തുറത്തിപ്പോടാ ചെല്ലടാ.
നൈസായിട്ട് പോ, നിന്റെ വണ്ടിയൊക്കെ ഞാൻ എടുത്തോളാം. എന്നെ കൂടെ എടുക്കും വണ്ടിയില്ല.